പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേമ്പെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ ദൈവത്തോട് സമാധാനം ഉണ്ട്. പ്രൈസ് ഗോഡ്. നമുക്ക് വളരെ കോമണായിട്ട് അറിയാവുന്ന ഒരു വാക്യം ഞാൻ പറയട്ടെ. രക്ഷ മുഖേന നമുക്ക് ലഭിക്കുന്ന ആ റെസ്റ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വലിയ റെസ്റ്റ് വേറെ ഒന്നില്ല. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും എല്ലാം ദൈവം ക്ഷമിച്ച് തന്നിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർപിരിക്കാൻ കഴിയാതെ നാം അവൻ്റെ മക്കളായി തീർന്നിരിക്കുക. അവൻ നമ്മുടെ പിതാവാണ്. അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ടതില്ല. ഏത് പാപമാണെങ്കിലും അതിന് വേണ്ട വില കർത്താവ് ക്രൂശിന്മേൽ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ സാൽവേഷൻ എന്ന് പറയുന്ന അതാണ് അൾട്ടിമേറ്റ് ഗുഡ് ന്യൂസ്. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് ആ ഗുഡ് ന്യൂസ് തന്നെ. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് റെസ്റ്റ്. കുറ്റബോധവും നാണക്കേടും വറികളും അതെല്ലാം ക്രൂശിൽ മരിച്ചു എന്ന് തന്നെ ഞാൻ പറയട്ടെ. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററുമാണ്. എന്നാൽ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കറേജ്ഡ് ആകും. കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാഴ്ചപ്പാട് എനിക്ക് വളരെ എൻകറേജിങ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചില തീരുമാനങ്ങളുടെ റിസൾട്ട് പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കും. കാരണം ചില തീരുമാനങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറുന്നതായി തീരരുതേ. യാതൊരു റിലേഷൻഷിപ്പിനെയും അത് ഹേർട്ട് ചെയ്യുന്നതായി തീരരുതേ. ദൈവമക്കളെ, ദൈവം നമ്മളുടെ തീരുമാനത്തിനകത്തുണ്ടെങ്കിൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എല്ലാം ശുഭകരമായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. പക്ഷേ ചില സമയം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനത്തെ നാം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിള് ഓർക്കുമ്പോൾ എന്തായിത്തീരുമെന്നുള്ള ചിന്ത മനുഷ്യരായ നമുക്കൊക്കെ വരും. നമ്മൾ ചില കാര്യം ചില സർട്ടൻ വേയിൽ കൂടെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കും. റൈറ്റ് ഡിസിഷൻ എടുക്കണമെന്ന് തന്നെ നാം ആഗ്രഹിക്കും. ആ തീരുമാനത്തിൻ്റെ ഔട്ട്കം നല്ലതായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കും. ഒരു കോൺഫ്ലിക്റ്റുമില്ലാതെ അതെല്ലാം അവോയ്ഡ് ചെയ്ത് സംഗതികൾ മുന്നോട്ട് പോകണമെന്ന് നാം ആഗ്രഹിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതവും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ എപ്പോഴും നല്ലതായി കർത്താവ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നമ്മുടെ തീരുമാനത്തിനകത്ത് ദൈവം ഉണ്ടായിരിക്കണം. ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. ദൈവം ഓൾറെഡി ചില സംഗതികളൊക്കെ അക്കംപ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, നമ്മുടെ ഇറ്റേണൽ സാൽവേഷൻ, പ്രൈസ് ഗോഡ്, അതിന് നമ്മൾ കർത്താവിനെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നത് പോലെ, കർത്താവ് രക്ഷ എനിക്ക് തന്നു, അവനെന്നെ വീണ്ടെടുത്തു, ആ ഉറപ്പുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുന്ന വിഷയങ്ങളും നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ പൂർത്തീകരണവും കർത്താവ് ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പും നമുക്ക് മുന്നോട്ട് വെക്കുവാനായിട്ട് കഴിയണം.
ഞാൻ പറയട്ടെ, കാസ്റ്റിംഗ് ക്രൗൺസിൻ്റെ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. അതിങ്ങനെ: വെൻ ഐ എം ലോസ്റ്റ് ഇൻ ദ മിസ്റ്ററി, ടു യു മൈ ഫ്യൂച്ചർ ഈസ് എ മെമ്മറി, കോസ് യു ഹാവ് ഓൾറെഡി ദെയർ. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഫേസ് ചെയ്യുന്ന എല്ലാ കോൺഫ്ലിക്ട്സിൻ്റെയും ഔട്ട്കം എന്താണെങ്കിലും ദൈവത്തിനറിയാം ദൈവമക്കളെ, ഹൗ ഇറ്റ് ഗോസ്. കാരണം നമ്മുടെ നിത്യത വരെ നമ്മെ കാണുന്ന ഒരു ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 22 to 25. ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പറയുന്നത്. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്നവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നാം അവിടെ കാണുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ്, വാട്ട് ഡിഡ് ഹി ഡു ഫോർ റെസ്റ്റ്? അവൻ ഭക്ഷണം കഴിച്ചു അല്ലേ? അവന് ഹ്യൂമൻ ലിമിറ്റേഷൻസൊക്കെ അറിയാം. പ്രൈസ് ഗോഡ്. കർത്താവ് മനസ്സിലെയുള്ള ദൈവമാണ്. അതുകൊണ്ട് തൻ്റെ ജനത്തിനും റെസ്റ്റ് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. അതായത് ബ്രേക്ക് എടുക്കുക. ടേക്കിംഗ് ബ്രേക്ക് ഈസ് ദ ഐഡിയ ഓഫ് റിമൂവിങ് അവർ സെൽസ്. മാറിയിരിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവും ഒഴിഞ്ഞ് മാറിപ്പോയിരുന്നിട്ടുണ്ട്. He removed himself to be completely alone with his disciples. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കേ, റെസ്റ്റ് വേണ്ടപ്പോൾ നമ്മൾ ടു സം എക്സ്റ്റെൻറ്റ് മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് മാറിയിരിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ വേസിൽ നോക്കിയാൽ നമ്മൾ ആരും അതങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മുടെ ബ്രേക്ക് എടുക്കുക എന്നുള്ളതിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഫോൺ കാണും അല്ലേ? സോഷ്യൽ മീഡിയയുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിരിക്കും. ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോയി കട്ടിലേക്ക് പോയി കിടന്നാലും ഫോൺ എവിടെയെങ്കിലും വെച്ചു പോകും, ഇല്ലാതെ കൈ പിടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. എങ്ങനെയാണേലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കണക്റ്റായിട്ട് അങ്ങിരിക്കും. ഞാൻ പറയട്ടെ, ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് റെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സേഴ്സിൽ നിന്നും ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഒക്കെ നാം മാറിയിരിക്കുക. എ റിയൽ ബ്രേക്ക് ഫ്രം ദ ഫോൺസ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശുവിന് റെസ്റ്റ് ആവശ്യമായിരുന്നു. പക്ഷെ തൻ്റെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ അതവന് വലുതുമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മളെ അൺകംഫർട്ടബിളാക്കുന്ന, അസ്വസ്ഥരാക്കുന്ന സംഗതികൾ ചെയ്യുന്നതിന് ഒരിക്കലും നാം തുനിയരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് കംഫർട്ടബിളായിട്ട് ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ചേർച്ചസിലും ക്രിസ്ത്യൻ ആക്ടിവിറ്റീസിലും ഒക്കെ നമുക്കാവശ്യമാകുന്ന എല്ലാ സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഹല്ലേലൂയ. യേശു കർത്താവ് ഇവിടെ ഉറങ്ങി അല്ലേ? പ്രൈസ് ഗോഡ്. ഫൈനൽ ഒബ്സർവേഷനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ 2 കാര്യം കാണാം. സ്ലീപ്പും ഉണ്ട്, പ്രാർത്ഥനയുമുണ്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. റെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ റിഫ്രഷ്ഡ് ആകുവാൻ അത് ഇമ്പോർട്ടൻ്റാണ്. പിന്നെയും നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് അത് ഇമ്പോർട്ടൻ്റാണ്. യേശു കർത്താവ് അങ്ങനെ ചെയ്തുവെങ്കിൽ, ഗോസ്പൽസിലൊക്കെ സുവിശേഷങ്ങളിലൊക്കെ നാം അങ്ങനെ കാണുന്നു എങ്കിൽ നാമും അങ്ങനെ റെസ്റ്റ് ചെയ്യുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ മാതൃക എല്ലായിടത്തും പിൻപറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നല്ലൊരു മാതൃക കർത്താവേ നീ വെച്ചേച്ച് പോയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൂടുതൽ പ്രവർത്തനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉറങ്ങിയ യേശു കർത്താവിനെ ശിഷ്യന്മാർ ഉണർത്തിയതുപോലെ കർത്താവെ ഞങ്ങൾ റെസ്റ്റ് എടുക്കുവാനും എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, നിന്നെ ഉണർത്തുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.